കർക്കിടകം വന്നാൽ പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് സീരിയസ് ആവണമല്ലോ. അതുകൊണ്ട് ഇന്നുണ്ടാക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ മുക്കുറ്റി ലേഹ്യമാണ്. ഫസ്റ്റ് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇതിന്റെ ഉമ്മി ഉണ്ടാക്കിയ നെയ്യാണേ. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മുടെ സ്വീറ്റ് സ്റ്റാർ കരിപ്പെട്ടി ആഡ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ലേഹ്യത്തിന്റെ മെയിൻ ഹീറോ. അതിനുശേഷം നമുക്ക് 2-ാം പാൽ ആഡ് ചെയ്യാം. ഞാൻ 2-ാം പാലിന്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനിയാണ് ഈ ലേഹ്യത്തിന്റെ മെയിൻ ക്യാരക്ടർ മുക്കുറ്റിയുടെ എൻട്രി. മുക്കുറ്റി മിക്സിയിൽ അരച്ച് പിഴിഞ്ഞെടുത്ത് നീരാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതോടെ ലേഹ്യത്തിന്റെ കളറും ലുക്കും ഫുൾ ചേഞ്ച് ആകും. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് ചേർക്കുക. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് ലേഹ്യമാണോ അതോ മസാലക്കറിയാണോ എന്ന്. പക്ഷേ എല്ലാം ചേരുമ്പോഴല്ലേ റിയൽ കോമ്പിനേഷൻ ആകൂ. പിന്നീട് ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം. പക്ഷെ നിർബന്ധമില്ല, ബട്ട് ഞാനിവിടെ 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 1-ാം പാല് ആഡ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് VIP ഗസ്റ്റ്. VIP വന്നതോടെ ഇനി നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. അങ്ങനെ പതുക്കെ ഇളക്കി ലേഹ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ കുക്ക് ചെയ്യണം. അവസാനം ഇതാ നമ്മുടെ കർക്കിടക സ്പെഷ്യൽ മുക്കുറ്റി ലേഹ്യം റെഡി. കർക്കിടകമാണെങ്കിലും ടേസ്റ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് വേണ്ട കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ട്രഡീഷണൽ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഫുൾ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.